ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും അവർക്ക് ജാമ്യാപേക്ഷ ഇന്ന് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം, പിന്നീട് കേസ് ബിലാസ്പൂർ കോടതിയിലേക്ക് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് 2022 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു മനുഷ്യക്കടത്ത് കേസിൻ്റെ വിശദാംശങ്ങൾ വരുന്നത്. കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി കോടതി ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ജാർഖണ്ഡിൽ നിന്ന് അന്ന് കുട്ടികളെ കടത്തി എന്നതായിരുന്നു കേസ്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ട്രെയിനിൽ 3 പെൺകുട്ടികൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു എന്ന് ആരോപിച്ച് കണ്ട് ഒരു ദൃക്സാക്ഷി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകരാണ് പിന്നീട് ഈ കേസിൽ ഇടപെടുന്നതും ഈ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതും. മിഥുൻ അയ്യപ്പൻ തുടരുകയാണ്. മിഥുൻ, തീർച്ചയായിട്ടും ഈ കേസിൻ്റെ വിധി പ്രസ്താവിച്ചുകൊണ്ട് 26-നുണ്ടായ വിധിയിൽ സെഷൻ ജഡ്ജ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് നിർബന്ധമായി ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ നിർബന്ധിക്കുക, അതുപോലെ തന്നെ ചൂഷണം ചെയ്യുക, ലൈംഗിക ദുരുപയോഗം അല്ലെങ്കിൽ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിപ്പിക്കുക എന്നിവയ്ക്ക് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ കള്ളം പറയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും തടങ്കലിൽ വയ്ക്കുകയും ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ചൊരു സാക്ഷിമൊഴിയും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെ ഏതെങ്കിലും രീതിയിൽ അടിമകളാക്കുകയോ അപകടകരമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്താനും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഇതെല്ലാം തെളിയിക്കുന്നത് ചുമത്തിയ വകുപ്പുകളെല്ലാം തന്നെ പ്രഥമ ദൃഷ്ട്യാ അവയ്ക്ക് തെളിവില്ല എന്നും അത് വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളാണ് തൃശ്ശൂരിൽ നടന്ന കേസിൽ ചുമത്തിയിരുന്നത്. അതേസമയം തന്നെ ഛത്തീസ്ഗഡിലെ വിഷയമാകട്ടെ അവിടുത്തെ നിയമമായിട്ടുള്ള ഈ മതം മാറ്റുന്ന അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയിരുന്നു. അത്തരത്തിലുള്ള മൊഴികൾ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം കൂടിയായിരുന്നു ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. കേരളത്തിലാകട്ടെ അതേ സമാനമായിട്ടുള്ള വകുപ്പുകളുണ്ടെങ്കിലും മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഇവിടെ ചുമത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു സാമൂഹിക വിഷയമായിട്ട് തന്നെ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ കണ്ടെങ്കിൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ അത് കൂടുതൽ വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇത്രയും വഷളായി നിൽക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ വിട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളോടെ ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായതെങ്കിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായപ്പോൾ ജാമ്യം ലഭിക്കാത്തൊരവസ്ഥ വീണ്ടും ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ ജാമ്യാപേക്ഷ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇവ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. കേരളത്തിൽ ഈ വിഷയം വിവാദമാക്കാൻ ശ്രമിക്കാതെ ഇതൊരു സാമൂഹ്യ വിഷയമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതെല്ലാം തന്നെ എടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് കേരളത്തിലടക്കം അതിൽ വലിയ രീതിയിലുള്ള പ്രചാരണത്തിന് ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കേസിൻ്റെ ഒരു വിധിന്യായം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കണ്ടുകൊണ്ട് ഇവരെ കുറ്റവിമുക്തയാക്കുകയാണ്, ഈ 2 കന്യാസ്ത്രീകളെയും കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ കുട്ടികൾ, ഈ 3 പെൺകുട്ടികൾ എത്തിയത് ജാർഖണ്ഡിൽ നിന്നെത്തിയത് തൊഴിൽ ചെയ്യാനായിരുന്നു. അവർ പലരും ഇത്തരത്തിൽ പ്രായപൂർത്തിയായവരല്ലായിരുന്നു. തൊഴിലിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്, മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന് വേണ്ടിയാണ് എത്തിയത്. അവിടുത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ ജാർഖണ്ഡിൽ നിന്നും ഈ കന്യാസ്ത്രീകൾ വഴി കേരളത്തിലെത്തിയ ആൾ മുഖേന ഇവരും കന്യാസ്ത്രീകൾക്കൊപ്പം പുറപ്പെട്ടിരുന്നത്. അവരുടെ കഴുത്തിൽ കൊന്തമാലകൾ ഉണ്ടായിരുന്നു, ആധാർ കാർഡിൽ മറ്റ് മതസ്ഥരും കൂടിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൻ്റെ പേരിലായിരുന്നു തൃശ്ശൂരിൽ അവർ സംശയത്തിൻ്റെ നിഴലാവുകയും CWC ഇവരെ കസ്റ്റഡിയിലെടുക്കുകയുമെല്ലാം ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് എടുത്തു പറയാവുന്നത് ഇത്തരത്തിലുള്ള വർഗീയ മുതലെടുപ്പിന് കേരളത്തിൽ ശ്രമിച്ചില്ല. കാരണം ഇവിടെ അന്ന് ഭരിച്ചിരുന്നത് CPM ആയിരുന്നു. അതൊരു കന്യാസ്ത്രീകളുടെ വേട്ടയായി ആരും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. വ്യാഖ്യാനിച്ചാൽ ഇപ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനെ, ഇപ്പോഴത്തേതിന് പോലെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഇവിടെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് മാത്രമാണ് ഈ 2 വിഷയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചൂണ്ടിക്കാട്ടിയത് മുഴുവനും വാസ്തവമായ കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം 3 വർഷം മതിയായ തെളിവുകൾ ഇല്ലാതെ പോലും 3 വർഷം കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതും മനുഷ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടേണ്ടി വന്ന
ചെയ്തപ്പോൾ ഇല്ലാത്ത പരാതിയാണ് ജാർഖണ്ഡിൽ മതപരിവർത്തനത്തിന്, വലിയ രീതിയിലുള്ള മതപരിവർത്തനത്തിന് ആളുകൾ കൂട്ടത്തോടെ വിധേയരാകുന്ന ഒരു വനവാസി ഗ്രാമത്തിൽ നിന്ന് കുട്ടികളുമായി എത്തി. കുട്ടികൾ അവർക്കെതിരായി മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് എടുത്തപ്പോൾ, ഇത് കേസായപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നതുകൂടിയാണ്. ശരി മിഥുൻ, നന്ദി. വളരെയധികം സമയം ഈ ചർച്ചയുമായി നമ്മൾ ബന്ധപ്പെട്ട് വാർത്ത നിലനിർത്തി.